സോ ഗൈസ്, എൻ്റെ സാംസങ് ഗാലക്സി S21 ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിരുന്നു. അത് അവർ ഫ്രീ ആയിട്ട് മാറ്റി തന്നു. അതൊരു ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസ് ആയിരുന്നു കേട്ടോ. ആകെ അവർ മേടിച്ചത് സർവീസ് ചാർജ് മാത്രം ഒരു 500 അല്ലെങ്കിൽ 400 റുപ്പീസ് മാത്രമേ മേടിക്കുള്ളൂ. ഡിസ്പ്ലേക്ക് വരുന്നത് 6000 റുപ്പീസാണ്. പക്ഷേ അവരത് മേടിച്ചില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവരത് ഫ്രീ ആയിട്ട് മാറ്റി തന്നു. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനും ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന സ്റ്റെപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അങ്ങനെ ഡാമേജ് കാര്യങ്ങളൊന്നും വരരുത്. നമുക്കിപ്പോൾ മേടിച്ചപ്പോൾ എങ്ങനെ കിട്ടി അതുപോലെ തന്നെ ഒരു പുതിയ കണ്ടീഷനിലായിരിക്കണം. അപ്പോൾ എൻ്റെ ഫോൺ അങ്ങനെ ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ വെള്ളമാണ്. ഇപ്പോൾ ഫോൺ വെള്ളത്തിൽ വീണതാണെങ്കിലോ അതൊക്കെ ചിലപ്പോൾ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വാറണ്ടി ചിലപ്പോൾ ഒന്ന് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഓൾറെഡി വാറണ്ടി കഴിഞ്ഞൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ച അവർ ശരിയാക്കി തരില്ല എന്നാണ്. പക്ഷേ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ശരിയാക്കി തന്നു. ആ കൊടുക്കേണ്ടി വന്ന സർവീസ് ചാർജ് മാത്രമാണ്. ഡിസ്ക്രിപ്ഷനിൽ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഇമെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇമെയിൽ ഫില്ല് ചെയ്യേണ്ടി വരില്ല. അതിന് മുമ്പ് ഞാൻ ഈ ചെയ്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് പോയി കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ലൈക്ക് അവിടുത്തെ ഒരു അസിസ്റ്റൻറ്റ്, അവിടെ കസ്റ്റമർ കെയറിലെ ആൾക്കാരായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ കെയറിലെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനോട് കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ പിൻകോഡ് ചോദിക്കും. അപ്പോൾ പിൻകോഡ് ചോദിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സർവീസ് സെൻ്റർ എവിടെയാണോ അതിൻ്റെ നമ്പർ, ഗൂഗിൾ ലൊക്കേഷൻ, സകല ഡീറ്റെയിൽസും തരും. എൻ്റെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ അടുത്തൊരു സർവീസ് സെൻ്റർ ഉണ്ട്. ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ നമ്പർ വന്നു, ഞാനിവിടെ കൊണ്ട് കൊടുത്തു. നല്ല സമീപനമായിരുന്നു. അവർ ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. വേറെ എന്തെങ്കിലും വാട്ടർ അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടോ, അതുപോലെ താഴെ വീണിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരും ഫ്രീ ആയിട്ട് മാറ്റി തന്നു. പിന്നെ മാറ്റി തരുമ്പോൾ അവർ 2 weeks ആണ് ടൈം പറഞ്ഞത്. അത് എന്താണ് അത്ര ടൈം പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒരു 1 week നിയർ ആയപ്പോൾ അതിന് റെഡിയാക്കി തന്നു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് 1 weekൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ സ്ക്രീൻ കാർഡിൽ വല്ല പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് വിളിച്ചിട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് എന്തായാലും ഡിസ്പ്ലേ മാറ്റി തരുമ്പോൾ അവർ സ്ക്രീൻ കാർഡ് ഉൾപ്പെടുത്തൂല. ഇപ്പം അതും ഉണ്ടെങ്കിൽ തന്നെ അത് വിളിച്ച് കളയും. ബിക്കോസ് അപ്പോൾ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കടയിലൊന്നും ചെന്ന് ചോദിക്കരുത്. സാധാ കടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ലൈക്ക് അവർ വാറണ്ടി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അവർ ഒരു പുതിയ ഡിസ്പ്ലേ എടുത്ത് വയ്ക്കും. പൊതുവേ സാംസങ്ങിനെ മോലഡ് ഡിസ്പ്ലേക്ക് ഒരു 6000 റേഞ്ച് ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ S21 FE ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ ഫണ്ട് കൊടുക്കേണ്ടി വരും, സർവീസ് ചാർജും കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ സർവീസ് സെൻ്ററുകാരോട് പോയി ചോദിക്കുക. എന്നിട്ട് അവർ ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഇങ്ങനെ നോക്കിയാൽ മതി. സോ കുറച്ച് അടിപൊളി റിവ്യൂ കാര്യങ്ങളൊക്കെ ഈ എടുത്ത് വരുന്നുണ്ട്. ഈ മൈക്കിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ഇട്ട് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.